നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chamat. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് സർജനെ നിയമിക്കുന്നതിന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പ്രൊപ്പോസൽ സമർപ്പിച്ചു. താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ തയ്യാറാകാത്ത ഡോക്ടർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനും കഴിഞ്ഞ നവംബർ 28 ആശുപത്രിയിൽ സായാഹ്ന ഒപിയിൽ ചികിത്സിക്കാൻ തയ്യാറാകാത്ത ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനും ആവശ്യത്തിന് സ്ത്രീരോഗ ഡോക്ടർമാരെ നിയമിക്കുന്നതിനുമുള്ള നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് ജില്ലാ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ കമ്മിറ്റി അംഗം ചമ്മാട് മലയിൽ മുഹമ്മദ് ഹസൻ ജില്ലാ കളക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും നൽകിയ നിവേദനത്തിലാണ് നടപടി. സർക്കാർ ഉത്തരവ് പ്രകാരം MBBS ഡിഗ്രിയുള്ള ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ്മോർട്ടം കേസുകളാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചെയ്യാറുള്ളത്. ഫോറൻസിക് സർജൻ ഇല്ലാത്തതിനാൽ ഫോറൻസിക് സർജൻ ആവശ്യമുള്ള കേസുകൾ ഫോറൻസിക് സർജനുള്ള സ്ഥാപനത്തിലേക്ക് റഫർ ചെയ്യാറാണ് ഉള്ളത്. ഫോറൻസിക് സർജന്റെ തസ്തികയ്ക്ക് പ്രപ്പോസൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇക്കഴിഞ്ഞ നവംബർ 28 ആശുപത്രിയിലെ സായാഹ്ന ഒപിയിലെ ഡോക്ടർ അവധിയിൽ ആയതിനാലാണ് സായാഹ്ന ഒപി ഇല്ലാതിരുന്നതെന്നും സായാഹ്ന ഒപിയിൽ ഡോക്ടർമാരെ നിയമിക്കുന്നതിന് നഗരസഭ വഴി പ്രൊജക്റ്റ് വയ്ക്കാവുന്നതാണെന്നും ഗൈനക്കോളജിസ്റ്റിന്റെ അധിക തസ്തികയ്ക്ക് വേണ്ടിയുള്ള പ്രപ്പോസൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നുമാണ് ജില്ലാ ആരോഗ്യവകുപ്പ് ഓഫീസറുടെ ജൂനിയർ സൂപ്രണ്ട് സി രാധാമണി മുഹമ്മദ് ഹസനെ അറിയിച്ചത്. ഫോറൻസിക് സർജന്റെ അഭാവത്തിൽ നിരവധി ബുദ്ധിമുട്ടുകൾ താലൂക്ക് ആശുപത്രി നേരിടുന്നുണ്ട്. പലപ്പോഴും മരണപ്പെട്ടവരുടെ ബന്ധുക്കളും ഇക്കാരണത്താൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഫോറൻസിക് സർജൻ ലഭിച്ചാൽ പോസ്റ്റ്മോർട്ടം നടപടി കേസുകളിൽ വലിയ ആശ്വാസമാകും താലൂക്ക് ആശുപത്രിക്ക്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.